ഹായ് എസ്.എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പങ്കാളിക്ക് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് എന്നെ തീരെ വിശ്വാസമില്ല, അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും എന്താണ് സംശയം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നോടുള്ള വിശ്വാസക്കുറവാണോ അതോ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളാണ് പലർക്കും വരാറുള്ളത്. സോ അത് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ സാധാരണ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ളൊരു വിശ്വാസക്കുറവ് കാണുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ആ ഒരു വിശ്വാസം ഇല്ല, അങ്ങനെ ഒരു വിശ്വാസക്കുറവാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, അത് പാലിക്കാതെ വരുന്ന സമയത്ത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് ആലോചിച്ചിരിക്കാറുണ്ട്, മീൻസ് നമുക്കത് ഓർമ്മ ഉണ്ടാവും, അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷെ വളരെ കുഞ്ഞു കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ ഓർക്കണം എന്നില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയോ, നമുക്കത് വളരെ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊരു വലിയ പ്രതീക്ഷയായിരിക്കും. അതായത് ചെയ്തു തരും എന്നവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അതവർ വല്ലാതെ ആഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് അത് നടക്കാതെ വരുന്ന സമയത്ത് എന്തായാലും അവർക്കതൊരു വിഷമം ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു വിഷമം എന്തായിട്ട് മാറും, ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ നടക്കുന്ന സമയത്ത്, അതായത് നമ്മളിങ്ങനെ ഇപ്പോൾ കിട്ടുന്നോണ്ടിരിക്കും, പക്ഷെ അത് കിട്ടൂല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം സംഭവിക്കുമ്പോൾ നിങ്ങളോടുള്ള വിശ്വാസം അങ്ങോട്ട് നഷ്ടപ്പെടും. കാരണം അവരുടെ മനസ്സിൽ അവർക്ക് തന്നെ തോന്നും, അയ്യോ ഇതിപ്പോൾ ചുമ്മാ എന്നെ പറ്റിക്കാണല്ലോ, അതായത് ഇതെന്താ എന്നെ വെറുതെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവർക്ക് വിചാരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങിത്തരാൻ നിനക്കെന്ന് പറയുന്ന സമയത്ത് അവരുടെ മനസ്സിലാകുന്ന ചിന്ത എന്ന് പറയുന്നത്, കുറേ കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ കിട്ടിയത് എന്നാണ് വിചാരിക്കുന്നുണ്ടാവുക. കാരണം നിങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ് ഇത് എന്ന് അവർ വിചാരിക്കും, അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയായിരിക്കും. ഇതിലൊരിക്കലും അവരെ തെറ്റു പറയാൻ പറ്റില്ല, കാരണം മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതും നിരന്തരമായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. അതായത് ചിലപ്പോൾ അവർക്ക് തന്നെ അവരെ വിശ്വാസമില്ലായ്മയൊക്കെ വരുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് തന്നെ തോന്നുകയാണ് ഞാൻ തീരെ സേഫ് അല്ല, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പുറത്ത് കാണിക്കും അവർ. അതായത് അങ്ങനെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളോടുള്ള വിശ്വാസക്കുറവായിട്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഇഷ്ടമില്ലായ്മ വിശ്വാസമില്ലായ്മയൊക്കെ ആയിരിക്കാം. സത്യം പറഞ്ഞാൽ അവർക്ക് പേഴ്സണൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടാണ്, അവർക്ക് തന്നെ എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ലായ്മയൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. അപ്പോൾ അതൊരിക്കലും നിങ്ങളുടെ പ്രശ്നമല്ല, അത് അവർക്ക് പേഴ്സണലി ഉള്ളൊരു കാര്യമാണ്. അത് ഈ രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അതായത് മുമ്പ് അവർ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇവരെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കാം, പല കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്ന ഒരുപാട് നാളായിട്ടില്ല, എന്നിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കും അവരിതിനെ കാണുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെ ഇതിലും സംഭവിക്കാം എന്നൊരു ചിന്ത അവരിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുമ്പേ അവർ സ്നേഹിച്ചിരുന്ന പേഴ്സൺ അവരെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആയിട്ട് പോയി എന്ന് വിചാരിക്കാം. ദെൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നു കഴിയുമ്പോൾ ഇവരുടെ മനസ്സിൽ സംശയങ്ങൾ വരും, എന്തായാലും വരും. അതായത് ഇവരും എന്നിട്ടിട്ട് പോകുമോ എന്നുള്ള ചിന്ത വരും. അതൊരിക്കലും തെറ്റല്ല, അത് എല്ലാ ആളുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. കാരണം അതൊരു പേടിയാണ്, എന്നെ ഇവരും ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി ആ മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പുറത്ത് വരുന്നുണ്ടാവുക. അതൊരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തില് കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ റിലേഷൻഷിപ്പിൽ ബാധിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടും ഈ പറഞ്ഞതുപോലെയുള്ള സംശയങ്ങളോ വിശ്വാസക്കുറവുകളോ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെറുപ്പത്തിലെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ട്രോമാസ് ആണ്. അതായത് കുട്ടിക്കാലത്ത് ഒരുപാട് പേർക്ക് പല ട്രോമാസും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടിക്കാലത്തെ ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിന്ന് പുറത്ത് കിടക്കാൻ പലർക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ടാവുക, ആ പഴയതുപോലെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തേക്ക് പോവുകയാണ്, ഇങ്ങനെയുള്ള പല ചിന്തകളും ആ പേഴ്സന്റെ മനസ്സിലേക്ക് വരും. സോ അതുകൊണ്ട് തന്നെ ആരുമായിട്ട് അടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല, ആരെയും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അത് മറ്റൊന്നുമല്ല, കുട്ടിക്കാലത്തെ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസക്കുറവ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയും നിങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയല്ല. അതായത് നിങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുണ്ടായിരിക്കില്ല,
നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റും ആയിരിക്കില്ല. ഫസ്റ്റ് പറഞ്ഞ കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതായത് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, സൂക്ഷിക്കാന്നല്ല, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ ഒരു വിശ്വാസക്കുറവ് നിങ്ങൾക്കായിട്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അത് നിങ്ങൾ മെല്ലെ പരിശ്രമിച്ച് ഓക്കെ ആക്കേണ്ട കാര്യമാണ്. ബാക്കി 3 കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ അവിടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് അതിൽ നിന്ന് ഹീൽ ചെയ്യാനായിട്ട്, ആ ഒരു സംഭവത്തിൽ നിന്ന് പുറത്ത് വരാനായിട്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ സംസാരിച്ച് ഓക്കെ ആക്കുക. ഇനിയിപ്പോൾ അങ്ങനെയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെയോ മറ്റോ കാണിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു കാര്യം പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ റിലേഷൻഷിപ്പുകളിൽ ഈ ഒരു വിശ്വാസക്കുറവ് സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ. മറ്റു കുറേ കാരണങ്ങളുണ്ട്. അതായത് എക്സ്ട്രാ അഫെയർ ഉണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇത് മാത്രമാണ്. അതായത് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും വേറെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ അവരുടെ ആ ഒരു പ്രശ്നം നിങ്ങൾ മാറ്റിയെടുക്കുക. അപ്പോൾ ഇന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് എല്ലാവർക്കും തോന്നിയത് എനിക്കറിയില്ല, എങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്